ഹായ് ഗായ്സ്, അപ്പോൾ എന്നാ ഉണ്ട് വിശേഷം നിങ്ങൾക്ക്? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു, നിങ്ങളും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ ഈവനിങ് സെക്ഷനായി. മോർണിംഗ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മെയിനായിട്ട് രാവിലെ ഉറക്കം ശരിയാവാത്തതിൻ്റെ എനിക്ക് ഒരു 8 മണി 8:30 വരെ കിടന്നുറങ്ങാതെ ഉറക്കം എൻ്റെ ശരിയാവത്തില്ല. ഈ ഉറക്കം എല്ലാം കംപ്ലീറ്റ് ആക്കാതെ വന്ന് കഴിഞ്ഞ് ജോലി എടുക്കുമ്പം ഓക്കെ ആവാൻ തന്നെ ഒരു 12 മണി എടുക്കും. അത് കഴിയുമ്പോഴാണ് ഒരു എനർജിയൊക്കെ വരുന്നത്. പിന്നെ ഈവനിങ് സെക്ഷൻ ഒക്കെയാണ്, അങ്ങനെ ഉറക്കവും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഫസ്റ്റ് തന്നെ 3 സ്റ്റുഡൻസ് എനിക്ക് വന്നിട്ടുള്ളായിരുന്നു. അപ്പോൾ ഞാൻ കരുതി താഴെ പോയിട്ട് ആക്ടിവിറ്റി എടുക്കാമെന്ന്. അതൊക്കെ എടുത്ത് നേരെ ആർട്ട് റൂമിൽ വന്ന് ഫുഡ് കഴിക്കാനിരുന്നപ്പോഴത്തേക്ക് ഇതേ കിടക്കുന്ന എൻ്റെ സ്റ്റുഡൻസ് എല്ലാം ഇങ്ങോട്ട്, എല്ലാ പിള്ളേരെ പോലെയല്ല എൻ്റെ സ്റ്റുഡൻസോട് ഞാൻ പറയും, ഇവിടെ ക്യാമറയുണ്ട്, അതുകൊണ്ട് ഞാൻ കാണും നിങ്ങൾ എന്ത് കാണിച്ചാലെന്ന് പറഞ്ഞാൽ അവരടങ്ങിയിരിക്കും. എനിക്കതുകൊണ്ട് ഏത് ഫ്ലോറിൽ വേണമെങ്കിലും പോയിട്ട് വരാം. പിന്നെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വല്ല സംസാരം സൗണ്ട് കൂടിയെങ്കിലുള്ളൂ. പിന്നെ ഞാൻ ആക്ടിവിറ്റി ഒക്കെ എടുത്തിട്ട് വന്ന് ഈ ഒരു സയൻസ് ചെയ്ത് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ ഫോണൊന്നും ചെക്ക് ചെയ്തിട്ടില്ല. ഓൾറെഡി ഞാൻ ഇത് നേരത്തെ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ ഓർത്ത് ഓക്കെ ആവുമായിരിക്കുന്നു. പക്ഷേ ഇത് അട്ടർ ഫ്ലോപ്പായിരുന്നു. പിന്നെ ഞാൻ ഒന്നുകൂടെ ഇത് ചെയ്യാൻ എടുത്തതാണ്. എല്ലാ സാധനങ്ങളും കൊണ്ട് കളഞ്ഞു. പിന്നെയും ഞാൻ വേറെ എടുത്തു, അതും ഫ്ലോപ്പായിപ്പോയി. പിന്നെ കുറച്ച് ഏതാണ്ട് ഇത് പത പോലെ ഇങ്ങനെ വന്നു. എന്നാലും എൻ്റെ സ്റ്റുഡൻസ് എന്നെ സപ്പോർട്ട് ചെയ്തു, ഇപ്പം ശരിയാകും എന്ന് പറഞ്ഞ്. അങ്ങനെ ആ പീരീഡും കഴിഞ്ഞു. പിന്നെ ഞാൻ കരുതി ഒരു ഡ്രോയിങ് അങ്ങ് കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ അവരത് കളർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സത്യം പറഞ്ഞാൽ 2-3 പേര് നന്നായിട്ട് കളർ അടിക്കും, ബാക്കി എല്ലാവരും ഇങ്ങനെ അത് പിച്ച് ചീന്തി കളയും, ആ പേപ്പർ ഫുള്ള് കളയും. അങ്ങനെ പിള്ളേരും ഞങ്ങളും കാത്തിരുന്ന് 8 മണിയാകാറായി. ലാസ്റ്റ് പീരീഡ് ലേഗോയായിരുന്നു. എൻ്റെ സ്റ്റുഡൻസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പം 4-5 പേരുണ്ടെങ്കിലും അതിലൊരാൾ നല്ല വഴക്കായിരിക്കും, ഒരാൾ നല്ല സൗണ്ട് കൂടുതലായിരിക്കും, ഒരാളാണെങ്കിൽ സൈലൻ്റ് കില്ലറായിരിക്കും. പല ക്യാരക്ടറുള്ള ആൾക്കാരാണ് എൻ്റെ സ്റ്റുഡൻസ്. പക്ഷേ എത്രയാണെങ്കിലും ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന പിള്ളേരാണ്. അപ്പം എനിക്ക് ഈ ക്ലാസ്സിൽ വന്നപ്പം ഭയങ്കര സമാധാനം. അങ്ങനെ പിറ്റേ ദിവസമായി. എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇത്ര പെട്ടെന്ന് ദിവസങ്ങൾ പോകുന്നത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അങ്ങനെ രാവിലെ എണീറ്റ് വർക്കൗട്ടെല്ലാം കഴിഞ്ഞു. പിന്നെ കുറച്ച് നേരം ഞാനിങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഇന്ന് നല്ല മടിയാണ്. കാരണം ഞാൻ ഇന്ന് എണീറ്റത് 5:30-ക്കാണ്. ഞാൻ എണീറ്റതല്ല, എന്നെ എണീപ്പിച്ചതാണ്. ഞാൻ തലേദിവസം പറഞ്ഞായിരുന്നു എന്നെ എണീപ്പിക്കണം, ഇന്ന് ഞാൻ വർക്കൗട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് കിടന്നുകൊണ്ട് അവരെന്നെ വിളിച്ചു. ഞാൻ പിന്നെ ഉറങ്ങിയതാണ്, പിന്നെ എന്നെ വന്ന് വിളിച്ചു. പിന്നെ കണ്ണ് പോലും തുറക്കാൻ പറ്റുന്നില്ലാതെ ഞാൻ പോയി വർക്കൗട്ടൊക്കെ ചെയ്തു. വർക്കൗട്ടെന്ന് പറയുമ്പോൾ വലിയ വർക്കൗട്ടൊന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്തതുള്ളൂ. അപ്പോൾ കുറച്ച് എക്സസൈസ് എല്ലാം ചെയ്ത് നമ്മളിങ്ങോട്ട് തിരിച്ച് പോന്നു. സത്യം പറഞ്ഞാൽ ഇപ്പം കിടന്നാലും ഞാൻ പിന്നെ എണീക്കത്തില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുന്നത് കുറച്ച് മേക്കപ്പൊക്കെ ചെയ്യാമെന്ന് കരുതി. എനിക്ക് മേക്കപ്പൊന്നും ചെയ്യാൻ ഇഷ്ടമില്ല. ഈ രാവിലെ എണീറ്റിട്ട് മുഖം കണ്ടാൽ തന്നെ അറിയാം ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന ഒരു മുഖം കഴുകിയിട്ട് പോലും കാര്യമില്ല. ആ ഒരു സാധനം ഫേസിൽ നിന്ന് അങ്ങ് പോകത്തില്ല. അതെന്നാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മാത്രമാണോ ഇങ്ങനെ ഒരു ഇതൊന്നും എനിക്ക് അറിയത്തില്ല. രാവിലെ ഈ എണീക്കുന്ന ആ ഒരു ക്ഷീണം എനിക്ക് മാറണമെങ്കിൽ ഒരു 12 മണി 12:30 ആവണം. പിന്നെ ഇന്നത്തെ ക്ലാസ് കഴിയും. എനിക്കറിയത്തില്ല, ഭയങ്കര മടുപ്പാണ് ചില സമയം. ഈ രാവിലെ എണീക്കുന്ന പാടും പിന്നെ ഈ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുള്ള പിന്നെ ഉറക്കവും എല്ലാം. കാരണം ഞാൻ ഇങ്ങനെ കരുതും, എൻ്റെ ദൈവമേ എനിക്ക് ജോലി നിർത്തിയാൽ കൊള്ളാമെന്ന്, അല്ലെങ്കിൽ ഞാൻ നാളെ മരിച്ചു പോയാൽ കൊള്ളാമെന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട്. കാരണം പിന്നെ ആ ഉറക്കി എണീക്കേണ്ടേ വരത്തില്ല, ജോലിക്ക് പോകേണ്ടേ വരത്തില്ലല്ലോ. ഇതൊക്കെ കാരണം ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ ചിന്തിക്കും. പണ്ടല്ല, ഇപ്പോഴും നമ്മൾ ചിന്തിക്കും ഉറക്കം കൂടുന്ന ടൈമിൽ. ഈവനിങ് മാത്രമുള്ളായിരുന്നെങ്കിൽ നല്ല സുഖമായിരുന്നു. കാരണം രാവിലെ തൊട്ട് നമുക്ക് ഉറങ്ങാം, എപ്പം വേണമെങ്കിലും എണീക്കാം, പയ്യെ ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം അങ്ങ് ജോലിക്ക് പോയാൽ മതി. രാത്രിയിൽ എത്ര വേണമെങ്കിലും ലേറ്റായിട്ട് കിടക്കാം, പക്ഷേ രാവിലെ എന്ന് പറയുന്ന സമയം ഭയങ്കര ഉറക്കം കൂടുതലാണ്. നിങ്ങൾക്കും അങ്ങനെ ആണെങ്കിൽ കമൻറ്റ് ചെയ്യണം. പക്ഷേ എനിക്കങ്ങനെയാണ്. അങ്ങനെ ഇവിടെ റെഡിയാകുവാണ്. കുറച്ച് നേരം ഞാനിങ്ങനെ ഇരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ എണീക്കും, എനിക്കൊന്നും ചെയ്യാനുള്ള എനർജി ഇല്ല. അപ്പം തന്നെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും, എന്നെ അടുത്താലും കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഞാൻ 6 മണി തൊട്ട് 6:30 വരെ അങ്ങ് ഇരുന്ന്. നേരത്തെ എണീറ്റാലെങ്കിലും 6:45 കറക്റ്റ് പോകണം എന്നൊക്കെ ആഗ്രഹിക്കും. പക്ഷേ എൻ്റെ ഈ മടിയും ഈ ലേസിനെസ്സും ഒന്നും എനിക്ക് ആ കറക്റ്റ് ടൈമിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. എന്തായാലും ഈ ഒരു മാസം അടുത്തൊരു മാസവും കൂടെ ഇങ്ങനെ താമസിച്ചൊക്കെ വരാം. ബട്ട് അടുത്ത മാസം തൊട്ട്
നമുക്കിങ്ങനെ വരാൻ പറ്റത്തില്ല. കാരണം സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ 6:30 തൊട്ട് പിള്ളേർ കൂടുതലാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് താമസിച്ച് വരാൻ പറ്റത്തില്ല. അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മുടെ ഉദയ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 8:30 ആയപ്പോൾ എല്ലാ പിള്ളേരും വന്നു. പിന്നെ 8:30 തൊട്ട് 9 മണി വരെ ഞങ്ങൾ ഇൻഡോർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യും. എല്ലാ ക്ലാസ്സും ഒരുമിച്ചാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് 9 മണി 9:30 വരെ ഫുഡ് കഴിച്ചു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞാനൊരു ആക്ടിവിറ്റി അങ്ങ് ചെയ്തു. ഞാൻ രശ്മി ചേച്ചി എല്ലാ ടൈമും എൻ്റെ ക്ലാസ്സിൽ 3 ആക്ടിവിറ്റി ചെയ്യും. 1-2 ആക്ടിവിറ്റി, അല്ലെങ്കിൽ ആർട്ട്, അല്ലെങ്കിൽ ഒരെണ്ണം സയൻസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇന്ന് ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഒരു ആക്ടിവിറ്റിയും കൂടെ കണ്ടുപിടിക്കാമെന്ന് കരുതി. അങ്ങനെ ഒരെണ്ണം ഓൾറെഡി ക്ലാസ്സിൽ വെച്ച് ചെയ്തു. പിന്നെ ഞങ്ങൾ ക്ലാസ്സിൽ വന്ന് ഒരു ആക്ടിവിറ്റിയും കൂടെ ചെയ്യുവാണ്. ഇതൊക്കെ ഞാനാണെങ്കിൽ ചുമ്മാ അങ്ങ് ഉണ്ടാക്കുന്ന ഓരോ ആക്ടിവിറ്റീസാണ്. പിള്ളേർക്ക് ഇതൊക്കെ മതി. എന്നാലും നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കണം എന്നാണ് ഞങ്ങളുടെ മേഡത്തിൻ്റെ ഓർഡർ. ബട്ട് എന്നങ്ങനെ പറഞ്ഞോ അന്ന് തൊട്ട് നമ്മുടെ മനസ്സായി ആലോചിക്കുന്നില്ല. റിസപ്ഷനിൽ ചെന്ന് പ്രിൻ്റ് മേടിക്കാമെന്ന് കരുതിയപ്പം ഓല ഫുഡൊക്കെ മേടിച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ കരുതി ഞങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ പിള്ളേർക്ക് പ്രിൻ്റൊക്കെ മേടിച്ച് കളറടിക്കാൻ കൊടുത്തു. അപ്പം ഞാൻ ഈ ഒരു ഡ്രോയിങ് കൂടെ വരച്ചു. ചുമ്മാ ബോർഡേ വരച്ചതാണ് ഒരു ഷോയ്ക്ക് വേണ്ടി. അങ്ങനെ പെട്ടെന്ന് ഈവനിങ് ആയപ്പോൾ ഞാൻ കരുതി റീസൈക്ലിങ് ചെയ്യാമെന്ന് കരുതി. ഇത് ഞാൻ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്തപ്പോൾ കിടക്ക് വേണം എനിക്ക് വേണമെന്ന് പറഞ്ഞ് പിള്ളേർ വഴക്കൂടി. ആ ടൈമിൽ ഞങ്ങൾ കരാട്ടയ്ക്ക് വന്നതാണ്. അപ്പം കിടക്കുന്ന ഫോണിൽ അലേർട്ട്, പിന്നെ മിസൈൽ സൗണ്ട് എല്ലാം പെട്ടെന്നായിരുന്നു ഈ ഒരു ടൈമിൽ വന്നത്. അപ്പോൾ കരാട്ടയിൽ ഞങ്ങൾ നിർത്തി. പിന്നെ പെട്ടെന്ന് എല്ലാവരും ബേസ്മെൻറ്റിൽ വന്നു. എല്ലാ ക്ലാസ്സുകാരും ബേസ്മെൻറ്റിൽ വന്ന് ഞങ്ങൾ ഇവിടെ ഇരുന്ന് സിനിമ കാണുവാണ്. പെട്ടെന്ന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ്. അങ്ങനെ പിള്ളേരെയും കൊണ്ട് താഴെ വന്ന് കുറേ പേര് അൽബേത്തായിട്ടുണ്ടായിരുന്നു. എപ്പോഴും കൂടിയാണ് ദ ഗുഡ് ഡൈനോസർ എന്ന് പറയുന്നത്. അത് ഇന്നും ഇട്ടു. അങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ എല്ലാവരും അൽബേത്തായി. അങ്ങനെ ക്ലാസ്സിൽ നിന്ന് എല്ലാവരും വീട്ടിലോട്ട് പോയി. അങ്ങനെ ഞങ്ങളും പോവാണ്. കുറച്ച് പരിപാടിയുണ്ട്. കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കണം, കഴിക്കണം, വിശക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഇതുള്ളൂ. ബൈ ബൈ ഓൾ, ഗുഡ് നൈറ്റ്.